കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം കുഞ്ഞിൻ്റെ ചുണ്ടെല്ലാം തടിച്ചു വരുന്നു, കണ്ണ് തടിച്ചു, അതുപോലെ ദേഹത്തൊക്കെ റാഷ് വരുന്നു, കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പശുവും പാലിൻ്റെ അലർജിയാണിത്. ഏത് ഭക്ഷണത്തിന് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അലർജി വരാം. ഭക്ഷണം ഉള്ളിൽ ചെന്ന് ഒരു 10 മിനിറ്റ് മുതൽ 2 മണിക്കൂറിനുള്ളിലാണ് കാര്യമായ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത. അലർജി സിംറ്റംസ് എന്ന് പറയുന്നത് ഏത് ഭക്ഷണത്തിന് വേണേ വരാം. പൊതുവേ പറഞ്ഞ് സാധാരണയായി കാണുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പശുവും പാല്, മുട്ട, നട്ട്സ്, മീറ്റ് പ്രോഡക്ട്സ്, ഫിഷ്, കടൽ മത്സ്യങ്ങളിൽ ക്രാബ്, കണവ, കക്ക, കൊഞ്ച് മുതലായവയ്ക്കെല്ലാം അലർജി വരാം. അതുപോലെ ഗോതമ്പിൻ്റെ അലർജി വരാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ കാണുന്ന അലർജി എന്ന് പറഞ്ഞാൽ. സോയയ്ക്കും അലർജി വരാം. ഈ അലർജി സിംറ്റംസ് അലർജിയുടെ സിംറ്റംസ് നമ്മൾ നേരത്തെ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടമാണ്. എന്തൊക്കെയാണ് അലർജിയുടെ സിംറ്റംസ്? കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഭക്ഷണം ഉള്ളിൽ ചെന്ന ശേഷം നേരത്തെ പറഞ്ഞ പോലെ ദേഹം തടിച്ചു വരുന്നു, ചുമന്ന റാഷ് വരുന്നു, ചുണ്ടൊക്കെ തടിച്ചു വരുന്നു, കണ്ണിന് ചുറ്റും തടിപ്പ് വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, ചുമച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുന്നു, ശ്വാസ തടസ്സം വരുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, ചിലപ്പോൾ നെഞ്ചുവേദന വരാം. അതുപോലെ കുഞ്ഞുങ്ങളിലാണെങ്കിലും വയറുവേദന, വയറിളക്കം, ഛർദിൽ എന്നിവ പറയുന്നു. പൊതുവെ കാണുന്ന സിംറ്റംസ് ഇതാണ്. പക്ഷേ ഈ സിംറ്റംസ് കാണുകയാണെങ്കിൽ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം കഠിനമായ അനാഫൈലാക്സിസ് എന്നൊരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണ്. അനാഫൈലാക്സിസിന് അഡ്രിനാലിൻ എന്ന മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ ജീവന് വരെ അപകടം സംഭവിക്കാം. ഏത് അലർജിയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയ ടെസ്റ്റുകളുണ്ട്. ഫുഡ് ലേബൽ നോക്കി മാത്രം അലർജിയുള്ള കുട്ടികളിൽ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക.